ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മനു. നമ്മൾ നോക്കാൻ വന്നറിയാം, നമ്മൾ റിസർച്ച് ഓഫീസറിന്റെ ഒരു വീഡിയോ നേരത്തെ കണ്ടിരുന്നു അല്ലേ. അപ്പൊ റിസർച്ച് ഓഫീസറിന്റെ റിസർച്ച് ഓഫീസറിന്റെ പരീക്ഷയ്ക്കകത്ത് ഏതൊക്കെ ടോപ്പിക്സ് നിന്ന് എങ്ങനത്തെ ചോദ്യങ്ങളാണ് ചോദിക്കാറ്, അതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. ഇപ്പൊ ലാസ്റ്റ് നടന്ന 2020 നോട്ടിഫിക്കേഷനിലുള്ള റിസർച്ച് ഓഫീസറിന്റെ സിലബസ് ആണ് നോക്കിയേ. എന്താണ്? 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് സെക്ഷൻ വരുന്നത്. അപ്പോൾ മൊത്തം നമുക്ക് 4 ടോപ്പിക്സ് ഉള്ളത്. എന്താണ്? മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്, ഒപ്പം തന്നെ ജനറൽ പേപ്പർ, അതായത് പൊതുവെ PSC ചോദിക്കുന്ന ജനറൽ അവയർനെസ് ടോപ്പിക്സ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് 40 മാർക്കിലും ബാക്കി 3 എണ്ണവും 20 മാർക്കും വെച്ചാണ് ചോദ്യങ്ങൾ വരാറ്. അപ്പോൾ നോക്കിയേ, സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കിയേ, ഫസ്റ്റ് പാർട്ട് 1 സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് എത്ര യൂണിറ്റ് ഉണ്ട് നോക്കിയേ. സ്റ്റാറ്റിസ്റ്റിക്സ് ഫസ്റ്റ് യൂണിറ്റ് ആണിത്. നോക്കുക, ഫസ്റ്റ് യൂണിറ്റിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് പറയുന്നതാണ് ഇന്ത്യൻ ആൻഡ് സ്റ്റേറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം പ്ലാനിങ് ആൻഡ് എക്സിക്യൂഷൻ ഓഫ് സർവേസിന്റെ സർവേസ് എക്സിക്യൂട്ട് ചെയ്ത് എങ്ങനെയാണ്, അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് എന്താണ്? കളക്ഷൻ ഓഫ് ഡാറ്റ. അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക് കാര്യങ്ങൾ. കളക്ഷൻ ഓഫ് ഡാറ്റ, ഒപ്പം തന്നെ ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. പിന്നെ എന്താണ് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിക് ആയ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലെ സെൻട്രൽ ടെൻഡൻസി, ഡിസ്പെർഷൻ പോലത്തെ ടോപ്പിക്സ് ആണ് പിന്നെ വരുന്നത്. അതിനുശേഷം സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ എന്താണ്? കോറിലേഷൻ, റിഗ്രഷൻ പോലത്തെ ടോപ്പിക്സും, പിന്നെ മൾട്ടിപ്പിൾ കോറിലേഷൻ, മൾട്ടിപ്പിൾ റിഗ്രഷൻ അനാലിസിസ്, പിന്നെ ഹെട്രോസ്കലാസ്റ്റിസിറ്റി, മൾട്ടി കൊലീനിയാരിറ്റി പോലത്തെ ടോപ്പിക്സും വരുന്നുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ വരുന്നതാണ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് വരുന്നുണ്ട്. ടൈം സീരീസ് അനാലിസിസ് വരുന്നുണ്ട്. നമ്മുടെ ഡാറ്റയിൽ ടൈം സീരീസ് ഡാറ്റകളെ പറ്റിയുള്ള സ്റ്റഡി വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ് വരുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പൊതുവെ ഇൻഡെക്സ് നമ്പേഴ്സ് അങ്ങനെ ചിലതൊന്നും കാണാത്തതാണ്, പക്ഷേ ഇൻഡെക്സ് നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതാണ് എന്താണ്? വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് മെത്തേഡ്സ് ഓഫ് ഒപ്റ്റിമൈസിങ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നൊരു സെക്ഷൻ വരുന്നുണ്ട്. അതാണ് കുറെ റേറ്റുകളെ പറ്റി പഠിക്കാൻ. ഇപ്പൊ ഫെർട്ടിലിറ്റി റേറ്റ് ആയാലും ഡെത്ത് റേറ്റ്, ക്രൂഡ് ഡെത്ത് റേറ്റ് ഒക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. ഇനി തേർഡ് യൂണിറ്റിൽ വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പ്രോബബിലിറ്റി ആണ് നമ്മൾ തേർഡ് യൂണിറ്റ് വരുന്നത്. ഫസ്റ്റ് തന്നെ പ്രോബബിലിറ്റി ഡെഫിനേഷനും മറ്റു കാര്യങ്ങളും, അതിനുശേഷം യൂണിവേരിയറ്റ് റാൻഡം വേരിയബിളുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ്. അതിനകത്താണ് നമ്മൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വരും. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് കൺസെപ്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ. ബേസിക് കൺസെപ്റ്റ്സ് ഒള്ളി നമ്മൾ എടുത്ത് പറയുന്നുണ്ട്, കാരണം നമുക്ക് അടുത്ത യൂണിറ്റിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാരണമാണ്. അടുത്ത യൂണിറ്റ് നോക്കി. അടുത്ത യൂണിറ്റ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ തിയറി ഓഫ് എസ്റ്റിമേഷൻ. എന്താണ്? തിയറി ഓഫ് എസ്റ്റിമേഷൻ ആണ് അടുത്ത യൂണിറ്റ് വരുന്നത്. തിയറി ഓഫ് എസ്റ്റിമേഷൻ എന്തൊക്കെയുണ്ട്? പോയിന്റ് എസ്റ്റിമേഷൻ, ഇന്റർവൽ എസ്റ്റിമേഷൻ പോലത്തെ കാര്യങ്ങളും, പിന്നെ പ്രൊപ്പോർഷൻസ് ആൻഡ് വേരിയൻസസ് അങ്ങനത്തെ കാര്യങ്ങളും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരുന്നതാണ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് എന്ന സെക്ഷൻ വരുന്നത് എവിടെയാണ്? നമ്മുടെ ഫോർത്ത് യൂണിറ്റിലാണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇത്രയും യൂണിറ്റ്സ് ആണ് മെയിൻ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി അടുത്തതാണ് എന്താണ്? എക്കണോമിക്സ് 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് എക്കണോമിക്സ് എന്ന പാർട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ നോക്കി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് നോക്കി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. നോക്കി എന്തൊക്കെ ചോദിക്കുന്നത് നോക്കി. ഫസ്റ്റ് യൂണിറ്റ് ആണ് എന്ന് പറയുന്നത് പ്ലാനിങ്, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് പോലത്തെ ടോപ്പിക്സ് വരുന്നു. പിന്നെ ഉള്ളതാണ് എന്ത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബജറ്റ്. അപ്പൊ അതിന് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ടോപ്പിക്കാണ് ബജറ്റ്. അതിന്റെ പ്രിപ്പറേഷൻ, എക്സിക്യൂഷൻ പോലത്തെ ടോപ്പിക്സ് വരുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് നാഷണൽ ഇൻകം ആൻഡ് റിലേറ്റഡ് കൺസെപ്റ്റ്സ്. എന്താണ്? അപ്പൊ GDP, GNP, NNP, NDP അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ അവിടെ വരും, നമ്മുടെ ഈ സെക്ഷനിൽ വരും. പിന്നെ ഉള്ളതാണ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ്. വളരെ ബേസിക് ആയിട്ടുള്ള മാക്രോ എക്കണോമിക് ടോപ്പിക്സ് ആണ് വരുന്നത്. അതിനുശേഷം സെക്കൻഡ് യൂണിറ്റ് വരുമ്പോൾ ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. അപ്പൊ ഇതൊക്കെ കുറച്ചിട്ട് കറണ്ട് അഫയേഴ്സ് ബന്ധപ്പെട്ടതാണ്. അതായത് പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ, പിന്നെന്താണ് ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്. ഇതുപോലത്തെ ടോപ്പിക്സ് തന്നെ അവിടെ നിന്ന് വരുന്നത് നമ്മുടെ യൂണിറ്റ് 2 നിന്ന് വരുന്നത്. പിന്നെ നോക്കിയ അടുത്ത യൂണിറ്റ് 3 ആണ് മാത്തമാറ്റിക്സ് ആണ്. മാത്തമാറ്റിക്സ് വളരെ ഈസി ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ യൂണിറ്റ് 1 നോക്കി എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. എന്താണ് പറയുന്നത്? റേഷ്യോ, പ്രൊപ്പോർഷൻ, വേരിയേഷൻ, LCM, HCF അങ്ങനത്തെ പോലത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ കൺസെപ്റ്റുകളാണ് ഫസ്റ്റ് ചോദിക്കുന്നത്. എന്താണ്? നമ്മുടെ PSCക്ക് സാധാ ഒരു PSC പരീക്ഷ ചോദിക്കുന്ന എല്ലാ കൺസെപ്റ്റുകളും ഇവിടെ ഫസ്റ്റ് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളതാണ് ഓൾജിബ്രയ്ക്കകത്ത് നമ്പർ സിസ്റ്റം, ഇന്റീജേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഒപ്പം തന്നെ സെറ്റ് തിയറി, ലോഗരിതം, അതിന്റെ ലോസ്, ലീനിയർ ഇക്വേഷൻസും ഒക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയാലും ലീനിയർ ഇനീക്വാളിറ്റി ആയാലും ഒക്കെ ചോദിക്കുന്നത് എവിടെയാണ്? നമ്മുടെ ഫണ്ടമെന്റൽ ഓൾജിബ്രയ്ക്കകത്താണ്. ഒപ്പം തന്നെ സീക്വൻസ് സീരീസ്, AP, GP പോലത്തെ ടോപ്പിക്സും വരുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഹാർമോണിക് സീരീസ് വരുന്നുണ്ട്. പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം പോലത്തെ ടോപ്പിക്സും എവിടെ വരുന്നുണ്ട്? ആ സെക്ഷനിൽ കയറി വരുന്നുണ്ട്. പിന്നെ ഉള്ളത് മെട്രിസസ്. എന്താണ്?
മെട്രിസസ് എന്നൊരു ടോപ്പിക്കാണ്. മെട്രിസസ് എന്താ വരുന്നത് നോക്കിയേ, കൺസെപ്റ്റ് ആൻഡ് നൊട്ടേഷൻ, പിന്നെ മെട്രിക്സിന്റെ ബേസിക് ഓപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്, ബേസിക് കമ്പ്യൂട്ടർ നോളജ്. അപ്പൊ ഫസ്റ്റ് എന്താണ്, നമ്മൾ സാധാ കമ്പ്യൂട്ടർ അറിയേണ്ട എല്ലാ നോളജ് കാര്യം പറയുന്നുണ്ട്. പിന്നെ വരുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ പാക്കേജുകൾ, എക്സൽ, SPSS പോലത്തെ സെക്ഷൻസിന്റെയും ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇനിയാണ് എന്താ യൂണിറ്റ് 2 വരുന്നത് എന്താ നോക്കിയേ, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണ്. അതിൽ എന്തൊക്കെ വരുന്നത്, കാൽക്കുലസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വരുന്നത് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലാണ്. നോക്കിയേ, കാൽക്കുലസ് ആണ് എന്താണ് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ തൊട്ട് ഇന്റഗ്രേഷൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒക്കെ വരുന്നുണ്ട്. അതിനുശേഷം എന്താണ് കോർഡിനേറ്റ് ജോമെട്രി നമുക്ക് ഇവിടെ സെക്കൻഡ് യൂണിറ്റിൽ കയറി വരുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ ആണ് എന്ത്, 10 മാർക്കിനാണ് എവിടെ നിന്ന് വെക്കുന്നത്, ജനറൽ നോളജിൽ നിന്ന് വെക്കുന്നത്. ജനറൽ നോളജിൽ നിന്ന് 10 മാർക്കിനുള്ള ചോദ്യങ്ങൾ വെക്കുന്നത്. ജനറൽ നോളജ് എന്തൊക്കെ വെക്കുന്നത് നോക്കിയേ, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് ഇൻ കേരള വെക്കുന്നുണ്ട്. പിന്നെ ചോദിക്കുന്ന മെയിൻ കാര്യം എന്തൊക്കെയാന്ന് നോക്കി, എഫേർട്സ് ടു റിഫോം ദ സൊസൈറ്റി, സോഷ്യോ റിലീജിയസ് റിഫോംസ് ഇൻ കേരള മൂവ്മെന്റ്സ്, അതൊക്കെയാണ് ചോദിക്കുന്നത് മെയിൻ ആയിട്ട്. സ്ട്രഗിൾസ് ഓഫ് സോഷ്യൽ റിവോൾട്ട്സ്, SNDP, NSS പോലത്തെ മറ്റേ ഓർഗനൈസേഷൻസിനെ പറ്റി ചോദിക്കുന്നുണ്ട്. പിന്നെ എന്താണ് റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസ്, ആ ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പൊ കുറെ പത്രങ്ങളെ പറ്റി നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെയാണ് എന്ത്, അവൈക്കനിങ് ത്രൂ ലിറ്ററേച്ചർ എന്താണ്, പല പല കൃതികളെ പറ്റിയും എല്ലാം നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. പിന്നെ വിമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്നാണ്, ഈ സോഷ്യൽ ചേഞ്ചിന് വർക്ക് ചെയ്ത് സോഷ്യൽ റിഫോംസിൽ വന്നിട്ടുള്ള വിമൻസിനെ പറ്റിയുള്ള ടോപ്പിക്കാണ് അവിടെ വരുന്നത്. പിന്നെ ലീഡേഴ്സ് ഓഫ് റിനൈസൻസിൽ നമുക്ക് ഇഷ്ടംപോലെ ലീഡേഴ്സിനെ പറ്റി പഠിക്കാണ്ട്. ഇപ്പൊ തൈക്കോട്ട അയ്യ വൈകുണ്ഠർ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, വാഗ്ബടാനന്ദ, സഹോദരൻ അയ്യപ്പൻ, വീട്ടിപ്പട്ടത്തിരിപ്പാട്, വക്ക അബ്ദുൽ ഖാദർ മൗലവി, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെയുള്ള ലിറ്റററി ഫിഗേഴ്സ് എന്താണ്, കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ, കേരള ഓർമ്മ വലിയ കോയി തമ്പുരാൻ, വള്ളത്തോൾ നാരായണ മേനോൻ, ഉള്ളൂർ, അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരെ പറ്റി നമുക്ക് അവിടെയും പഠിക്കാനുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇവിടെ ഒരു മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മെയിനായിട്ട് പറയുമ്പോൾ എന്താണ്, 40 മാർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്, 30 മാർക്ക് എക്കണോമിക്സും, 20 മാർക്ക് മാത്സും, 10 മാർക്ക് GK ആണ് ചോദിക്കുന്നത്. പിന്നെ അറിയാതെ ഫസ്റ്റ് വീഡിയോയിൽ മാറിപ്പോയി എന്നാണ്, എക്കണോമിക്സ് 20 മാർക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാറിപ്പോയതാണ്. അപ്പൊ എന്താണ്, എക്കണോമിക്സ് 30 മാർക്കിനും മാത്സ് 20 മാർക്ക്, GK 10 മാർക്ക് എന്ന രീതിയിലാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ കൃത്യമായി പഠിച്ചാൽ ഏകദേശം ഒരു ലാസ്റ്റ് നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് ഏകദേശം എത്ര വന്നത്, ഏകദേശം വന്നത് 33.33 ഒക്കെയാണ് മെയിൻ ലിസ്റ്റിലുള്ള ലാസ്റ്റ് ആൾക്കാരുടെ മാർക്ക് വന്നിട്ടുള്ളത്. മെയിൻ ലിസ്റ്റിലുള്ള ലാസ്റ്റ് ആൾക്കാരുടെ മാർക്ക് 33.33 അപ്രോക്സിമേറ്റ്ലി വന്നേക്കുന്നത്. അപ്പൊ ആ ഒരു റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 40-നടുത്ത് എന്തായാലും നമുക്ക് ഈ തവണ കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. പരീക്ഷയുടെ ടഫ്നെസ് അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. മെയിൻ ആയിട്ട് എന്താണ്, ലാസ്റ്റ് വരുന്ന എക്സാം വെച്ച് നോക്കുമ്പോൾ ഇത്രയാണ് വരേണ്ടത്. ഇനി വരുന്ന എക്സാം നല്ല ഈസി ആണെങ്കിലും നല്ല കട്ട് ഓഫ് ഉയരാനും, ഡിഫിക്കൽട്ട് ആണെങ്കിൽ കട്ട് ഓഫ് താഴാനും ചാൻസ് ഉണ്ട്. അപ്പൊ കൃത്യമായ രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് പഠിച്ച് കയറാൻ പറ്റും. അപ്പൊ ഇതുപോലെ നല്ലൊരു കോഴ്സാണ്, നല്ലൊരു പരീക്ഷയാണ്. നല്ല കൃത്യമായി പഠിച്ചാൽ എന്താണ് ഈ ഒരു പരീക്ഷ നമുക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. അപ്പോൾ ഈ റിസർച്ച് ഓഫീസർ എന്ന പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കോമ്പറ്റേറ്റീവ് കാര്യങ്ങളിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ബാച്ചിനുള്ള ഫ്രീ ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മതി. ഇവിടെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലത്തെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോസ് കാണാൻ വേണ്ടി കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്